ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിട്ടും അതൊന്നും ചെയ്യാൻ പറ്റാതെ പോയവരാണോ നിങ്ങൾ? അതെല്ലാം ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിട്ടും അതൊന്നും ചെയ്യാൻ പറ്റാതെ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ 2026 നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റും. സോ അതിനുള്ളൊരു റീസെറ്റ് റൂട്ടീനായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ഇതൊരിക്കലും ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ അല്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചും അതുപോലെ ഒരുപാട് റെഫർ ചെയ്തിട്ടും ഇതുപോലെ ഒരു ലൈഫ് റീസെറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ലൈറ്റ് മിന്നി മിന്നി കളിക്കുന്നുണ്ട് കേട്ടോ, സോറി. അപ്പോൾ അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടിയാൽ മതി ചിലർക്ക് എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിള് എന്തുകൊണ്ട് വരുന്നു എന്ന് പോലും ചിലർ ചിന്തിക്കാതെ ആ ഒരു എങ്ങനെയാണോ നിൽക്കുന്നത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാതെ എനിക്കൊന്നും പറ്റുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാനൊരു കഴിവില്ലാത്തവനാണ് എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നവർക്ക് ഒരു ചെറിയൊരു പോയിന്റ് മതി അവർക്കൊന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്ത് വയ്ക്കാൻ. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ ഡെയിലി എഡിറ്റ് ബൈ സ്നേഹ. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വലിച്ചു നീട്ടാണ്ട് ഞാൻ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞു പോവാം. നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നേടാനും അച്ചീവ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡ് ഒന്ന് റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് സ്ട്രെസ്ഡ് ആണ്, ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു വിധത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഓടുള്ളൂ. വെറുതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ കൂടുതലും ഈ ഡീമോട്ടിവേറ്റഡ് ആവുക എന്ന് പറയില്ലേ. അതായത് നമ്മൾ തന്നെ നമ്മളെ ഇങ്ങനെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കും. ഒന്നും ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല, ഒന്നിനും കൊള്ളൂല, അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മളെ തന്നെ ഇങ്ങനെ അടിച്ചമർത്തിക്കൊണ്ടിരുന്നാൽ വേറൊരാൾ വന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു ചുവടെടുത്ത് വെക്കാൻ പറ്റും ഒന്നൊന്നും വിചാരിച്ച് ആരും ഇരിക്കരുത്. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങുക. അതിനാദ്യം നമ്മളെ തന്നെ ഒന്ന് പ്രെപ്പ് ചെയ്യുക. അതായത് നമ്മുടെ മൈൻഡ് ഒന്ന് ആദ്യം റീസെറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ ഒരു വർക്കിലും എൻഗേജ്ഡ് ആയി ഇരിക്കാതെ എവിടെയെങ്കിലും ചടഞ്ഞു കൂടി ഇരിക്കുക, അല്ലെങ്കിൽ തന്നെ ഫുൾ ടൈം ബെഡിൽ കിടന്നുകൊണ്ട് ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ഓവർ സ്ട്രെസ്ഡ് ആവുന്നതും അതുപോലെ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന ഒരു ചിന്തയും തോട്ടൊക്കെ വരുന്നത് ആ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ മൈൻഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു സ്ഥലത്ത് ഇങ്ങനെ വെറുതെ ഇരുന്ന് ഒരു നെഗറ്റീവ് തോട്ട് വരുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൈൻഡ് കൺവേർട്ട് ചെയ്യുക. അതായത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്ക് നിങ്ങൾ എൻഗേജ്ഡ് ആവുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജസ്റ്റ് ക്ലീൻ യുവർ റൂം. അത് ഇപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിലൊക്കെ എന്തായിരിക്കുന്നത് അങ്ങനെ തോന്നും. പക്ഷേ നിങ്ങളത് ചെയ്ത് നോക്ക്. ഇങ്ങനെ എന്തെങ്കിലും മൈൻഡ് സെറ്റൊക്കെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ റൂം ഒന്ന് ക്ലീൻ ചെയ്യുക. ബെഡൊക്കെ ഒന്ന് നേരെയിട്ട് കേർട്ടൻസൊക്കെ നേരെയാക്കിയിട്ട് എന്തെങ്കിലും കുറച്ച് ഡെക്കറേഷൻ പരിപാടിയൊക്കെ റൂമിൽ ചെയ്ത് തുണികളൊക്കെ മടക്കി വെച്ച് എന്നിട്ട് ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മൾ റൂമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് നോക്കുക. അപ്പം നമ്മുടെ മൈൻഡ് ഫുള്ള് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അതിലൂടെ തന്നെ നമ്മുടെ മൈൻഡിലുള്ള മറ്റേ വേണ്ടാത്ത ചിന്തകളും എല്ലാം പോയിക്കോളും. സോ അതൊരു നല്ലൊരു ടിപ്പാട്ടോ. നിങ്ങളൊന്ന് പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ അറിയാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക്, അടിപൊളിയാണ്. ഇനി പറയുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ബോറടിച്ചൊക്കെ ഇരിക്കുവാണെങ്കിൽ റൂം ക്ലീൻ ചെയ്താൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഒക്കെ മൊത്തം മാറും. അങ്ങനെ ഒരു അതറിയുന്ന ആൾക്കാരും അത് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ അടുത്തൊരു പോയിൻ്റാണ്, ഇപ്പോൾ ഒരു പേപ്പറും പേനയും എടുക്കുക. എന്നിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണോ, നമ്മുടെ പ്രോബ്ലം എന്താണോ, ഒരു മൂന്ന് കള്ളിയാക്കാം. ഇങ്ങനെ ഒരു ബുക്ക് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ 3 വരയിടുക. എന്നിട്ട് ഒന്നാമത്തെ കള്ളിയിൽ നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് എഴുതുക, രണ്ടാമത്തെ കള്ളിയിൽ അതിനുള്ള കാരണം എന്താണെന്ന് എഴുതുക, മൂന്നാമത്തെ കള്ളിയിൽ അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് എഴുതുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് നേരത്തെ എണീക്കാൻ പറ്റുന്നില്ല, രാവിലെ വൈകിയാണ് എണീക്കുന്നത്, അത് നേരത്തെ എണീക്കാൻ പറ്റുന്നില്ല, അതാണ് നിങ്ങളുടെ പ്രശ്നം. അതിനുള്ള കാരണം അപ്പം എന്തായിരിക്കും, രാത്രി കുറേ നേരം ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നിട്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ നമുക്ക് രാവിലെ എണീക്കാൻ പറ്റാത്തത്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്താ, ഫോണിൻ്റെ ആ ഒരു യൂസ് കുറയ്ക്കാം. അതിലൂടെ തന്നെ നമ്മൾ നേരത്തെ കിടന്നുറങ്ങും, നേരത്തെ എണീക്കും. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നും അതിനുള്ള കാരണം എന്താണെന്നും അതിനുള്ള സൊല്യൂഷൻ എന്താണെന്നും 3 നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. അത് കണ്ടുപിടിച്ച് അതൊന്ന് സോൾവ് ചെയ്ത്
കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരുപാട് പ്രശ്നം തീരും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രശ്നങ്ങളിങ്ങനെ കൂട്ടി കൂട്ടി മനസ്സിനുള്ളിലിട്ടിട്ട് എനിക്ക് ഫുള്ള് പ്രശ്നമാണ്, എനിക്ക് ഫുൾ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സോ ആ നേരത്ത് ഇതുപോലെയൊക്കെ ചെയ്ത് നിങ്ങളുടെ മൈൻഡ് ഒന്ന് റീസെറ്റ് ചെയ്തെടുത്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്നോരോന്നായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു ചേഞ്ച് മനസ്സിലാവും. നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഈ ലോകത്ത് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരു ഗോൾ ഉണ്ടായിരിക്കും. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഒരു ഗോൾ ഉണ്ടായിരിക്കും. ഇന്നത് നേടണം, ഇന്നത് ഞാൻ നേടിയെടുക്കും എന്ന ഒരു മൈൻഡ് ഉണ്ടാവും. അങ്ങനെ ഒരു ഗോൾ ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉള്ളവരാണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഗോൾ പല രീതിയിലായിരിക്കും. ചിലപ്പോൾ ഒരു നല്ല ഫാമിലി വേണമെന്നായിരിക്കും, ചിലപ്പോൾ നല്ല ഒരുപാട് പൈസ വേണമെന്നായിരിക്കും, ചിലപ്പോൾ അതുപോലൊരു വീട് വേണമെന്നായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റ് വേണമെന്നായിരിക്കും നിങ്ങളുടെ ഗോള്. എന്തോ ആയിക്കോട്ടെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കാം. ഈ ആഗ്രഹം മാത്രം മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു എന്നും കൂടെ നിങ്ങളൊന്ന് ഓർക്കണം. ഇപ്പം ഞാൻ തന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് ആവശ്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതുവഴി ഇപ്പം എനിക്കിങ്ങനെ പുറത്ത് പോയി ഞാൻ പുറത്ത് പോയി ജോലി ചെയ്ത ഒരാളാണ്. മീൻസ് അങ്ങനെയല്ല, ഞാൻ പഠിച്ചത് വെച്ചിട്ടും അല്ലാണ്ട് ഉള്ള ജോലിക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും എനിക്ക് സെറ്റ് ആവുന്നില്ല. കാരണം ചിലരങ്ങനെയാണ്, ഒരാളുടെ കീഴിൽ പണിയെടുക്കാൻ ചിലപ്പോൾ താല്പര്യമില്ലാത്തവരായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുക, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുക. ഞാൻ അങ്ങനെയാണ് ആ ഒരു ജോലി ഉപേക്ഷിച്ചതും. പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് ചെറിയ കാര്യങ്ങൾ ചെയ്ത് അതിലൂടെ ഞാൻ ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്ത് തുടങ്ങുക. ഒരു ചെറിയ കാര്യമെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഏറ്റവും വലിയ സക്സസ് ആണ്. അതല്ല, ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട് എനിക്കൊന്നും പറ്റുന്നില്ല എന്ന് ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ ഫെയിലറുമാണ്. അപ്പോൾ ഇത് 2026 പകുതി കഴിഞ്ഞു എന്ന് പറയാം. ഇപ്പോൾ ഓഗസ്റ്റ് ആയില്ലേ. ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 7-നാണ്. അപ്പോൾ ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച. അപ്പോൾ ഈ കൊല്ലം പകുതിയും കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കൊല്ലം ഇതുവരെ ഒന്നും ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ടൈം ഒട്ടും വൈകിട്ടില്ല, ഇനിയും ഉണ്ട് ടൈം. നിങ്ങൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ഇപ്പോൾ ഈ പോയ സമയത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് സമയം കളയുന്നതിനേക്കാൾ നല്ല ഉള്ള ബാക്കി സമയത്ത് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആക്കാം, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം. അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഒരുപാട് മാറ്റം നിങ്ങളുടെ ലൈഫിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ഗോൾസ് ഉണ്ടാവും. ചിലർക്ക് ലോങ് ടൈം ഗോൾസ് ആയിരിക്കും, ചിലർക്ക് ഷോർട്ട് ടൈം ഗോൾസ് ആയിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തോ ആയിക്കോട്ടെ, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് തന്നെ ഒരു പുതിയ തുടക്കം നിങ്ങൾ കുറിക്കുക. ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ എടുത്ത് വെക്കുക. ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് എങ്ങനെയാണെങ്കിലും നമ്മൾ പോയിക്കോളും. കാരണം നമ്മുടെ മൈൻഡിലുണ്ട് നമുക്ക് ഇന്നതാണ് നമ്മുടെ ആഗ്രഹം, ഇന്നതാണ് നമ്മുടെ ഗോൾ, അതിലേക്ക് നമുക്ക് എത്തണം എന്ന് നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ ഡെയിലി അതിലേക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇതുവരെ ഗോളൊന്നും സെറ്റ് ചെയ്യാത്തൊരാളാണെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ഒരു ഗോളും കൂടെ സെറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, നമ്മൾ ഗോളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഒരു ഓവർനൈറ്റ് സക്സസ് ആയിട്ട് നമ്മുടെ കയ്യിലൊന്നും കിട്ടില്ല. അതും കൂടെ നിങ്ങൾ ആലോചിക്കണം. ഇപ്പോൾ ഇന്ന് ഞാനൊരു ഗോൾ സെറ്റ് ചെയ്തു, ഒരാഴ്ചക്കുള്ളിൽ എനിക്കത് നടക്കും എന്ന് വിചാരിച്ചാൽ അത് നടക്കൂല. കാരണം എല്ലാം നമുക്ക് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വരണമെങ്കിൽ അതിൽ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അതിനനുസരിച്ചാണ് നമുക്ക് ഓരോന്നിൻ്റെയും റിസൾട്ട് വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് ഓവർനൈറ്റ് സക്സസ് ഉണ്ടാവുമെന്ന് വെച്ചിട്ട് നിങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാനിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയൊരു ചാനലാണ്. നിങ്ങൾക്ക് ചാനൽ കയറി നോക്കിയാൽ മനസ്സിലാവും. 8-10 ദിവസമായിട്ടുള്ളൂ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതും എൻ്റെ ഒരു ഗോളാണ്. ഈ ചാനൽ വളർത്തിക്കൊണ്ടുപോകാനുള്ള എൻ്റെ ഒരു ഗോളുകളിൽ ഒരു ഗോളാണ് എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ അതിനും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഇതുപോലെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയി വരും, ഞാൻ ഉറപ്പായിട്ടും വരും. അപ്പോൾ ഓക്കെ, ബൈ.